ഇന്നത്തെ സ്പെഷ്യൽ കൂർക്ക മെഴുക്കുവരട്ടി, പിന്നെ മധുരവും പുളിയും കൂടി ചേർന്ന മാങ്ങാക്കറി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ കൂർക്ക ഉപ്പേരിയും പിന്നെ മാങ്ങാക്കറി. ചിങ്ങമാസത്തിൽ തന്നെ കൂർക്ക കിട്ടി ഞങ്ങൾക്ക്. മാങ്ങാക്കറി വയ്ക്കുമ്പോൾ മധുരവും പുളിയും കൂടി ചേർന്ന മാങ്ങ വേണം, പുളി തന്നെ പാടില്ല. പിന്നെ ഇത് കൂർക്ക ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയും മുളകും വെളുത്തുള്ളി നല്ലോണം ചേർക്കണം. പിന്നെ മാങ്ങാക്കറിക്ക് നാളികേരം വേണം. പിന്നെ നാളികേരം ഉടയ്ക്കാൻ ആർക്കും അറിയില്ല, അപ്പോൾ അത്ര ആഴ്ചയെങ്കിലും തട്ടിയാല ഒറ്റ വെട്ടിന് നാളികേരം ഉടയ്ക്കണം. ഇങ്ങനെയാണ് നാളികേരം ഉടയ്ക്കുക. നന്നാക്കാൻ സമയമുള്ളവർക്കൊക്കെ ഇങ്ങനെ മുരി വരണ്ട. അല്ലെങ്കിൽ കൂർക്ക കുറേ നേരം വെള്ളത്തിലിട്ട് മണ്ണ് കളഞ്ഞ് ഒരു കവറിൽ സഞ്ചിയിലാക്കുക. അങ്ങനെ അലക്കുകല്ലിലോ അല്ലെങ്കിൽ ഒരെള്ള കോൺക്രീറ്റ് ഇട്ട് എവിടെയെങ്കിലും ഇതുപോലെ തല്ലുക അല്ലെങ്കിൽ ഉരയ്ക്കുക. കൂർക്ക തല്ലിൽ കഴിഞ്ഞു കഴുകി കുറേയൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാകും. ആരും എൻ്റെ ഇടയിൽ നിന്നുള്ള തോലൊക്കെ കളയുന്നുണ്ട്. ഇതൊക്കെ വൃത്തിയായി കിട്ടി ഉണ്ടോ, ഇതേപോലെ. ഇനി മാങ്ങക്കറിക്ക് നാളികേരം, കുറച്ച് നാളികേരം എടുക്കുക. ഒരു കാലൊന്നും വേണ്ട, അതിലും കുറവ് മുളക് പൊടി, കുറച്ച് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ അത് മിക്സിയിൽ അരച്ചെടുക്കുക. ഇനി കൂർക്ക നമുക്ക് കഴുകി കുക്കറിൽ വാരിയിടാൻ, വെള്ളമൊന്നും വേണ്ട. വെള്ളം കുക്കറിൽ സ്റ്റീം അടിക്കുമ്പോൾ തന്നെ കിട്ടുക. ആവശ്യത്തിന് ഉപ്പിടുക, മൂടി അത് അടുപ്പത്ത് വയ്ക്കുക. മാങ്ങാക്കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരം മുളകൊക്കെ കൂടി ഇതിലിടുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക, ഉപ്പ് ചേർക്കുക. എന്നിട്ട് അത് അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഒക്കെ തിളച്ചു കുറച്ച് നേരം മൂടിയിട്ട് വേവിക്കണം. ഒറ്റ സ്റ്റീമ വരാൻ പാടുള്ള കൂർക്ക. അപ്പോൾ മാങ്ങക്കറി വെന്ത് ഇഞ്ചിയും പച്ചമുളക് വേപ്പിലേക്ക് ഇട്ടുണ്ടായിരുന്നു. ഇനി ചീഞ്ചട്ടി വയ്ക്കാൻ കടുക് വെച്ചാൽ. ഇനി കൂർക്കപ്പേരി വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മുളകിട്ട് ഒരുമിച്ചിടണം, വേറെ വേറെ ഇടാൻ പാടില്ല. അപ്പോൾ മാങ്ങാക്കറി കടുക് വെച്ചാൽ കടുകിട്ടു, മുളകിട്ടു, ലേശം കാശ്മീരി പൊടി, ഒരു തരി പാടുള്ളൂ, എന്നിട്ട് അത് കാച്ചി വെച്ചു. ഇനി മുളക് ഉള്ളി മുളകൊക്കെ ഒരുവിധം മൂത്തു, ഒന്ന് കാച്ചാറായിട്ടുണ്ട്. ഒരു മൂപ്പ് പാകമാവണം. മുളക് മൂത്ത് ഇനി അതിൽ കൂർക്കിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ വലിച്ചെടുക്കുക. എങ്ങനെയായാലും വെള്ളം വരും. അപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഉള്ളിയും വെളുത്തുള്ളിയും മുളകും വെളിച്ചെണ്ണയും ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ മാങ്ങാക്കറി, ഈ മാങ്ങാക്കറിക്ക് പ്രത്യേക രുചിയാണ്, പുളിയും മധുരം കൂടിയായ കാരണം. ചോറുണ്ണാൻ കൂർക്കപ്പേരിയില്ലെങ്കിലും ഈ മാങ്ങാക്കറി മാത്രം മതി. ചോറിന് മാങ്ങാക്കറി കുറച്ചൊഴിച്ചു, കൂർക്കപ്പേരി ഇട്ടു, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചിട്ടു. അതുപോലെ അച്ചാറ്, കുടുത അച്ചാറിട്ടതാണ്. ഞാൻ ഈ അച്ചാറ് വീടിയിട്ടുണ്ടായിരുന്നു, സൂപ്പർ.